രുദ്രൻ ഒരിറക്ക് ഉമിനീർ വിഴുങ്ങി. അത് തൊണ്ടക്കുഴയിൽ നിന്നും താഴേക്ക് പോകും മുന്നേ ജോർജ് ഉറക്ക ചോദിച്ചു, നിനക്ക് കിട്ടിയതൊന്നും പോരാ അല്ലേടാ? മുക്കാച്ചക്രം വാങ്ങുന്ന 4 ഊച്ചാളുകളെയും കൊണ്ടുവന്ന എന്നെയും എൻ്റെ പിള്ളാരെയും മൂക്കിൽ കയറ്റാം എന്നാണോ നിന്റെ ഭാവം? രുദ്രൻ കണ്ണുകൾ ഒന്ന് അടച്ചു തുറന്നു. ധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ജോർജ് പുക ഊതി വിട്ടു. എടോ, തന്നെ തീർക്കാൻ എനിക്ക് മറ്റൊരുത്തൻ്റെയും കൂട്ടുവേണ്ട. ഞാൻ തന്നെ നേരിടുമ്പോൾ തടുക്കാൻ വരുന്നവർക്ക് വേണ്ടിയുള്ള വിരുന്നൊരുക്കാനാണ് അവരെ കൂടെ കൂട്ടിയത്. അല്ലാതെ തന്നെ തീർക്കാൻ ഈ രുദ്രദേവ് തന്നെ ധാരാളം. അതെയോ മോനെ രുദ്ര? ആ ശബ്ദം രുദ്രന്റെ മിഴികൾ പിടച്ചു. ഇഷാൻ? ജോർജിനെ കടന്ന് അവൻ ഒരു ചുവട് മുന്നിലേക്ക് കടന്നു നിന്നു. തറവാടിന് പിന്നിൽ നിന്നും ഒരു നിലവിളി ശബ്ദം. പിന്നാലെ നിലവിളികളുടെ എണ്ണം കൂടി. രുദ്രൻ പകപ്പോടെ ചുറ്റും നോക്കി. എന്താടാ, പേടിച്ചോ നീ? സംശയിക്കണ്ട, നിന്റെ കൂടെ വന്നവന്മാരുടെ നിലവിളി തന്നെയാ കേൾക്കുന്നേ. നമ്മുടെ വിജയുടെ ലിയോ കണ്ടിട്ടേ നമ്മുടെ പാവം ചെറി അതുപോലെ പറമ്പിൽ നിറയെ ഒരുക്കിയ കെണിയിൽ അവന്മാർ പെട്ടുപോയെന്നേ. അനങ്ങാൻ കഴിയാതെ നിൽക്കുന്ന നിന്റെ പിള്ളേർക്ക് വിരുന്നൊരുക്കുന്നതോ മാത്തനും. മാത്തന്റെ ജോലി ഭംഗിയായി ചെയ്യുന്നുണ്ട്. അതിൻ്റെയാ ആ നിലവിളി. എടാ! അലറിക്കൊണ്ട് രുദ്രൻ ഇഷാന്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഇഷാൻ ഒന്ന് കറങ്ങി. രുദ്രൻ തെറിച്ച് വീഴുന്നതാണ് ജോർജ് കാണുന്നത്. എടാ ഉവ്വേ, എന്തോ നാടാ ഇത്? എനിക്കത് ശരിക്കൊന്ന് ആസ്വദിക്കാൻ പോലും കഴിഞ്ഞില്ല. എൻ്റെ വല്യപ്പച്ച, സ്ലോ മോഷനിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പോൾ വിഷ്വൽ ക്ലിയർ ആകും. ജോർജ് കണ്ണുകളൊന്ന് അടച്ചു പിടിച്ചു. പാഞ്ഞു വരുന്ന രുദ്രൻ കറങ്ങി ചേറിൽ ചാരി വച്ചിരുന്ന വലിയ തോക്കെടുത്ത് അതിൻ്റെ പിൻഭാഗം കൊണ്ട് രുദ്രനെ വീശിയടിക്കുന്ന ഇഷാൻ. ഒപ്പം തോക്ക് തറയിലൂന്നി ഉയർന്നു ചാടി അവൻ്റെ നെഞ്ചിൽ തൊഴിച്ചെറിഞ്ഞു. ഹോ, മാർവലസ്! അയാൾ കണ്ണുകൾ തുറന്നു. നീയാടാ വല്യപ്പച്ചൻ്റെ കൊച്ചുമോൻ. ദേ നോക്ക്, രോമങ്ങൾ പോലും എണീറ്റുപോയി. നമ്മുടെ ജെറി പറയും പോലെ രോമാഞ്ചിഫിക്കേഷൻ. അയാളെ നോക്കി മീശയൊന്ന് തടവി ചിരിച്ചുകൊണ്ട് ഇഷാൻ. അവനെ നോക്കി അഭിമാനത്തോടെ നിന്ന ജോർജിന്റെ കണ്ണുകൾ കുറുകി. ഇഷാൻ കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. ഇഷാൻ പെട്ടെന്ന് ഇടത്തേക്ക് വെട്ടിച്ചു. അപ്പോഴേക്കും ജോർജ് ചാടി ഉയർന്ന് ഇഷാന്റെ തോളിൽ കൈവച്ച് രുദ്രന്റെ നെഞ്ചിൽ തൊഴിച്ചു. വല്യപ്പച്ച, മരണമാസ്! എൻ്റെ വല്യപ്പച്ച, ഇപ്പോഴും ഇതാണ് കയ്യിലുള്ളതെങ്കിൽ ചെറുപ്പകാലത്ത് വല്യപ്പച്ചൻ ആരായിരുന്നിരിക്കും? ഓർക്കാൻ പോലും വയ്യേ. എടാ മോനെ, എൻ്റെ ചെറുപ്പം കാണണമെങ്കിൽ നീ കണ്ണാടിയിൽ നോക്കിക്കോടാ. ഞാൻ തന്നെയാണടാ നീ. ശരിക്കും ആടാ. അപ്പോഴേക്കും നിലത്തൂന്ന് വാടിയ ചേമ്പിൻ തണ്ടുപോലെ എണീറ്റ് നിന്നാടുന്ന രുദ്രൻ അവൻ്റെ പെരുവിരലിൽ നിന്നും ദേഷ്യം ഇരച്ചു കയറി. എന്നെ അടിച്ചിട്ടിട്ട് രണ്ടും കൂടി കഥ പറഞ്ഞു കളിക്കുന്നോ? കാണിച്ച് തരുന്നുണ്ട് ഞാൻ. അവൻ ഷർട്ടിന് പിന്നിലേക്ക് കൈനീട്ടി. അവൻ്റെ ചുണ്ടിൽ വിജയച്ചിരി. കയ്യിൽ തടഞ്ഞ പിസ്റ്റളുമായി അവൻ അവരുടെ നേർക്ക്. എടാ! അവൻ്റെ ചീറ്റൽ കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി. രുദ്രൻ ഒന്ന് ചിരിച്ചു. വായിൽ കുമിഞ്ഞ രക്തം നിലത്തേക്ക് തുപ്പി. പിസ്റ്റൾ പിടിച്ചു നിൽക്കുന്ന രുദ്രനെ നോക്കി അവർ
പരസ്പരം ഒന്ന് നോക്കി, പിന്നെ ചിരിച്ചു. നിന്നെയും ഈ കിഴവനെയും കൊന്നു തള്ളാൻ എനിക്ക് ഒരൊറ്റ സെക്കൻഡ് മതി. പക്ഷേ ഞാനത് ചെയ്യില്ല. നിങ്ങളെ ഇങ്ങനെ ഗൺ പോയിന്റിൽ നിർത്തി എനിക്കെൻ്റെ പെണ്ണിനെ തൂക്കിയെടുത്ത് തോളിലിട്ട് നിൻ്റെയൊക്കെ മുന്നിലൂടെ പോണം. അതെൻ്റെ ഒരാഗ്രഹമാണ്. ഹോ, എന്ത് മനോഹരമായ നടക്കാത്ത സ്വപ്നം അല്ലേ വല്യപ്പച്ച? ജോർജ് പൊട്ടിച്ചിരിച്ചു. എന്നാലും എൻ്റെ രുദ്ര, 2 ചവിട്ട് കൊണ്ടപ്പോഴേ വാഴക്കൈ പോലെ നിന്നാടുന്ന നിന്റെ ഡയലോഗ്, ഹോ, നമിച്ചു എൻ്റെ പൊന്നോ, നമിച്ചു. ജോർജ് കൈകൂപ്പി. രുദ്രന്റെ കണ്ണുകൾ ചുവപ്പായി. അവൻ 2 കൈയും തൂക്കിലുറപ്പിച്ചു. ജോർജിനെ എയിം ചെയ്തു. ഇഷാന്റെ കണ്ണുകൾ കുറുകി. അവൻ പാൻറ്റിന്റെ പോക്കറ്റിലേക്ക് കൈ കടത്തി. രുദ്രന്റെ കണ്ണുകൾ ഇഷാന്റെ കൂടെ ചലിച്ചു. അവന്റെ കട്ടുറുമ്പ് പ്രയോഗം മനസ്സിൽ വന്നതും അവനൊന്ന് ഞെട്ടി. ഈ വട്ടൻ വീണ്ടും പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും എടുക്കുവാണോ? ഇവനും ഈ കിഴവനും വെറൈറ്റി ട്രാക്കാ പിടിക്കുന്നേ. ഇനി അവന്റെ പോക്കറ്റിൽ മൂർഖനാണെങ്കിലും അതിശയിക്കാനില്ല. രുദ്രൻ ഓർത്തുകൊണ്ട് ഇഷാന്റെ പോക്കറ്റിലിരിക്കുന്ന കൈയിലേക്ക് സൂക്ഷിച്ചു നോക്കി നിന്നു. ഇഷാൻ പോക്കറ്റിൽ നിന്ന് ഒരു കർച്ചീഫ് വീശി വലിച്ചെടുത്തു. ഞെട്ടലോടെ രുദ്രൻ ഒരു ചുവട് പിന്നിലേക്ക് വച്ചുപോയി. ഒരു കർച്ചീഫ് കണ്ട് ഭയക്കുന്ന നീയാണോടാ ഞങ്ങളെ കൊല്ലാൻ നടക്കുന്നേ? രുദ്രന്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ തോക്കിൽ പിടിമുറുക്കി. ഇഷാൻ നിലത്തേക്ക് മുട്ടൊന്നു മടക്കി ഉയർന്നു ചാടി. രുദ്രൻ പകച്ച് മേലോട്ട് നോക്കിപ്പോയി. പറന്നു വന്ന ഇഷാൻ കൈ രണ്ടും നിവർത്തി അവന്റെ 2 ചെവികളിലുമായി കൂട്ടിയടിച്ചുകൊണ്ട് നിലത്തേക്ക് നിന്നു. രുദ്രന്റെ ചെവിയിൽ നിന്നും ഒരു മൂളൽ ഉയർന്നു. കയ്യിലിരുന്ന ഗൺ താഴെ കൂർന്നു. രുദ്രന് തന്റെ തല കറങ്ങുന്ന പോലെ തോന്നി. അവൻ കണ്ണുകൾ അടച്ചു പിടിച്ചു. കാതിലെ മൂളൽ കൂടിക്കൂടി വരുന്നത് അവൻ അറിഞ്ഞു. അവൻ നിലത്തേക്ക് മുട്ടുകുത്തി. കുറച്ചു സമയം അനങ്ങാതെ കണ്ണുകൾ അടച്ചൊരേ നിൽപ്പ്. എടാ മോനെ, രുദ്രന്റെ ഫിലമെന്റ് അടിച്ചു പോയോ? ഹേയ്, അത്രയ്ക്കൊന്നുമില്ല വല്യപ്പച്ച. തലയിലെ തേനീച്ച മൂളും പോലെ ഒരു മൂളൽ, അത്രയേ ഉള്ളൂ. അവരുടെ പരിഹാസം കേട്ടതും രുദ്രന് വിറഞ്ഞു കയറി. തോറ്റു കൊടുക്കാൻ അവന് പറ്റില്ലായിരുന്നു. അവൻ അതേ നിൽപ്പിൽ തന്നെ വായിലേക്ക് വിരൽ കടത്തി വിസിൽ നീട്ടിയടിച്ചു. അത് കേട്ടതും ഇഷാൻ ജോർജിനെ നോക്കി. വല്യപ്പച്ച, പുറത്തിനിയും ആൾക്കാരുണ്ട്. അവർക്കുള്ള സിഗ്നലാ ഇവനിപ്പോൾ കൊടുത്തത്. ജോർജിന്റെ കണ്ണുകൾ കുറുകി. അയാൾ ചാടി എണീറ്റ് മുണ്ടും മടക്കി കുത്തി. നിലത്തിരുന്ന ഇരട്ടക്കുഴൽ കയ്യിലേക്ക് എടുത്തു പിടിച്ചു. ഇഷാനെ, ഒരെണ്ണത്തിനെ 2 കാലിൽ നിവർന്നു നിൽക്കാൻ വിടരുത്. ജെറിയെ വിളിക്ക്. അവൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അപകടമാ. അയാൾ പറഞ്ഞതും ഇഷാൻ ഫോൺ എടുത്ത് ജെറിയെ വിളിച്ചു. അത് കണ്ട ജോർജ്, മാത്താ! പിന്നിൽ നിന്നും പാഞ്ഞു വരുന്ന മാത്തൻ. മാത്താ, എൻ്റെ പിള്ളേരുടെ മേൽ ഒരു പോറൽ പോലും ഉണ്ടാകരുത്. ഇവന്റെ കാര്യമല്ല, ജെറിയെ നോക്കിക്കോണം കേട്ടോ. മാത്തൻ മനസ്സിലായി എന്ന പോലെ തലയനക്കി. പിന്നെ പിന്നിലേക്കോടി. അപ്പോഴേക്ക് മതിലിന് മുകളിൽ അങ്ങിങ്ങായി കുറേ തലകൾ ഉയരുന്നത് അവർ കണ്ടു. അവന്മാർ ചാടിയതും ഇഷാൻ മുന്നോട്ട് പാഞ്ഞു. പിന്നെ ബാഹുബലി സ്റ്റൈലിൽ ഒരു സ്റ്റണ്ട്. ഗുണ്ടകളൊക്കെ വായുവിൽ പറക്കുകയായി. ജോർജിന് നേരെ അടുത്തവരെ പുലിമുരുകൻ സ്റ്റൈലിലായിരുന്നു ജോർജ് നിലത്തടിച്ചത്. അപ്പോഴാണ് പിന്നിൽ നിന്നും ജെറി ഓടി വരുന്നത്. അയ്യോ വല്യപ്പച്ച! അവൻ വന്നതും ഗുണ്ടകളിലൊരുത്തൻ അവന് നേരെ കത്തിയുമായി പാഞ്ഞു. ജെറി
കണ്ണ് തള്ളി നിന്നുപോയി. അയാൾ കത്തി വീശാൻ തുടങ്ങിയതും അയാളുടെ മേലേക്ക് മാത്തൻ ചാടി വീണു. അയ്യോ അമ്മേ, പോ പട്ടി, അയ്യോ! അയാളുടെ എല്ലുൾപ്പെടെ മാത്തൻ കടിച്ചെടുത്തു. അയാളെ കുടഞ്ഞെറിഞ്ഞ മാത്തൻ ജെറിയെ ഒന്ന് നോക്കി. എൻ്റെ അമ്മോ! ജെറിയുടെ ബോധം മറയുന്നത് പോലെ തോന്നി. എന്നാ മാത്തൻ അവന് മുന്നിൽ കാവൽ നിന്നു. അതോടെ ജെറിക്ക് ആശ്വാസം തോന്നി. വല്യപ്പച്ചനും ഇഷാനും ഗുണ്ടകളെ അടിക്കുന്നത് കണ്ട് ജെറിയുടെ കിളി പറന്നു. അപ്പോഴാണ് രുദ്രൻ നിലത്ത് നിന്ന് തോക്കെടുക്കുന്നത് ജെറി കാണുന്നത്. അവൻ്റെ കണ്ണുകൾ കൂർത്തു. തിരിഞ്ഞു നിന്ന് ഗുണ്ടയെ അടിക്കുന്ന ഇഷാനിലാണ് രുദ്രന്റെ ശ്രദ്ധ എന്ന് കണ്ടതും ജെറി പതറിപ്പോയി. ശ്യാമു! ഒരലർച്ചയോടെ ജെറി പാഞ്ഞു. വെടിയൊച്ച മുഴങ്ങി. ജെറി! ഇഷാൻ പകപ്പോടെ നിലവിളിച്ചു. മോനെ! ജോർജ് ഞെട്ടിത്തിരിഞ്ഞു. എന്നാ കണ്ട കാഴ്ച ജെറി കാതും പൊത്തി നിൽക്കുന്നു. പിടച്ചിലോടെ നോക്കുമ്പോൾ കണ്ടു രുദ്രന്റെ ബാക്കിൽ കടിച്ചു പറിക്കുന്ന മാത്തൻ. അയ്യോ രക്ഷിക്കണേ! രുദ്രന്റെ നിലവിളി. മാത്ത! ഭയത്തോടെ ജെറി വിളിച്ചു. ആ വിളിയിൽ മാത്തൻ ഒന്ന് തിരിഞ്ഞു. പിന്നെയും ദേഷ്യം തീരാതെ രുദ്രന്റെ നേരെ തിരിഞ്ഞു. അവന്റെ മുഖം മുഴുവൻ നഖം കൊണ്ട് അള്ളിക്കേറി. അവന്റെ ദേഷ്യം ജെറിക്ക് മനസ്സിലായി. മോനെ മാത്ത, മതിയടാ. ഇനിയും ഉപദ്രവിച്ച അവൻ ചത്തുപോകും. അത് വേണ്ടടാ, ജെറി വീണ്ടും പറഞ്ഞു. അതോടെ രുദ്രനെ നോക്കി മുരണ്ടുകൊണ്ട് കുരച്ചു ചാടി. അവന്റെ ഭാഷയിൽ നല്ല ഫസ്റ്റ് ക്ലാസ് തെറി വിളിച്ചു. ഇനിയും നിന്നെ ഇവിടെ കണ്ട കൊന്നു കളയും പന്നി എന്നാണെന്ന് തോന്നുന്നു അവസാനം പറഞ്ഞത്. പിന്നെ ദേഷ്യം കടിച്ചു പിടിച്ച് ജെറിയുടെ മുന്നിലായി വന്നു നിന്നു. ജെറി ഒന്ന് പേടിച്ചെങ്കിലും അവനെ ശാന്തനാക്കാൻ അവന്റെ തലയിൽ ഒന്ന് തഴുകി. ജെറിയുടെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. ഇഷാന്റെയും വല്യപ്പച്ചന്റെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ 3-4 ഗുണ്ടകൾ വീണുപോയി. ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ 4 പാടും ചിതറി ഓടാൻ തുടങ്ങി. പിന്നിലേക്കോടി അവർ ഞെട്ടിപ്പോയി. തങ്ങളുടെ കൂടെ വന്നവർ അനങ്ങാൻ പോലും കഴിയാതെ നിലത്ത് കിടക്കുന്നു. എടാ, എന്താടാ ഇത്? അവർ പരസ്പരം നോക്കി. ഗുണ്ടകളുടെ കാലിൽ തറച്ചിരിക്കുന്ന കെണികൾ ഓരോന്നായി അവർ ഇറക്കി മാറ്റി. മാംസത്തിൽ തറച്ച കെണികൾ ഊരുമ്പോൾ അവർ ജീവൻ പോകും പോലെ നിലവിളിച്ചു. അവർ പരസ്പരം താങ്ങി. ഞൊണ്ടിയും വീണും മുന്നിലേക്ക് വന്നു. പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് കണക്കെ വീണ് കിടക്കുന്ന ഗുണ്ടകളെ നോക്കി അതിലൊരുവൻ വിളിച്ചു പറഞ്ഞു. എടാ, ജീവൻ വേണേ ഇഴഞ്ഞായാലും രക്ഷപ്പെട്ടോ. ഇത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലമല്ല. എന്നാലും രുദ്ര, ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. നിലത്ത് തളർന്നു കിടക്കുന്ന രുദ്രൻ ദയനീയമായി അവരെ നോക്കി. പല തരത്തിലുള്ള കൊട്ടേഷൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു പണി തിരിച്ചു കിട്ടുന്നത് ആദ്യമായിട്ടാ. ജീവൻ തിരിച്ചു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനി വഴിക്ക് പോലും ഞങ്ങൾ വരില്ല. ഞങ്ങളെ പോവാൻ അനുവദിക്കണം. ഒരുവൻ കൈകൂപ്പി. ഛേ, നാണക്കേട്. നീയൊക്കെ എവിടുത്തെ ഗുണ്ടകളാടാ? ഊച്ചാളികൾ. അയ്യോ പൊന്ന് സാറേ, നിങ്ങളുടെ മുന്നിൽ ഞങ്ങളൊക്കെ പുഴുക്കൾ. ജീവിച്ച് പൊയ്ക്കോട്ടെ സാറേ. പരസ്പരം തോളിൽ കൈയിട്ട് നിരനിരയായി ഒന്തിയും ഞൊണ്ടിയും പോകുന്ന ഗുണ്ടകൾ. എടാ, എന്നെ കൂടി കൊണ്ടുപോടാ. മിണ്ടരുത് നീ. നീ കാരണം ഞങ്ങളും കൂടിയാ പെട്ടത്. എടാ, ഇവനില്ലാതെ എങ്ങനെയാ? വാ, നമുക്ക് എണീപ്പിക്കാം. 2 പേര് ചെന്ന് നിലത്തൂന്ന് രുദ്രനെ വലിച്ചുയർത്തി. മാല പോലെ ശരീരത്തിൽ അങ്ങിങ്ങായി തൂങ്ങിക്കിടക്കുന്ന ഡ്രസ്സ്. അവർ മുന്നോട്ട് പോകുമ്പോൾ രുദ്രന്റെ ചോര വാർന്നൊഴുകുന്ന ബാഗ് കണ്ട് ഇഷാൻ പൊട്ടിച്ചിരിച്ചു. എടാ, നിനക്കെന്റെ പെണ്ണിനെ തോളിൽ തൂക്കി പോണ്ടേ? അവൻ വിളിച്ചു ചോദിച്ചു. എടാ, നിനക്ക് മതിയായോ? അതോ
ഇനിയും എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകാൻ വരുമോ? വരുമ്പോ അറിയിക്കണേ, ഇതിലും ഗംഭീര വിരുന്നൊരുക്കാം. പറയാതെ വന്ന കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടേണ്ട വരും കേട്ടോ, ജോർജ് പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ജെറി ഉറക്കെ കൂവാൻ തുടങ്ങി. അപമാനഭാരത്താൽ രുദ്രൻ തല കുനിച്ച് നടന്നു. പിറ്റേന്ന് രാവിലെ മുറ്റത്തെ ചെടിച്ചട്ടുകൾ പൊട്ടിക്കിടക്കുന്നത് കണ്ടതും ജാൻവിയുടെ മുഖത്ത് ഭയം നിഴലിച്ചു. വല്യപ്പച്ചാ, അവൾ നിലവിളിക്കും പോലെ വിളിച്ചു കൂവി. ജാൻ, എന്താ ജാൻ? ജെറി, ഇന്നലെ ഇവിടെ എന്താ ഉണ്ടായേ? പതിവില്ലാതെ വല്യപ്പച്ചൻ ഞങ്ങളെ മാത്രം പുറത്തേക്ക് വിട്ടപ്പോഴേ ഒരു സംശയം തോന്നിയതാ. എന്നിട്ടും ഞാൻ... എന്താ ജെറി, എന്താ ഉണ്ടായേ? അത് ആ രുദ്രൻ കുറച്ച് ഗുണ്ടകളുമായി വന്നതാ ജാനിനെ കൊണ്ടുപോവാൻ. അവൾ ഞെട്ടി. എന്നിട്ടെന്താ? എന്റെ പൊന്ന് ജാൻ, വന്നതിൽ ഒരെണ്ണം പോലും നേരെ ചൊവ്വേ പോയിട്ടില്ല. വല്യപ്പച്ചനും കൊച്ചുമോനും കൂടി അലക്കി വെളുപ്പിച്ച് കളഞ്ഞു. പറയുന്ന ആളും ഒട്ടും മോശമല്ല. ജെറി ഞെട്ടിത്തിരിഞ്ഞു. സോഫി, ഞാൻ കണ്ടിരുന്നു അവർക്കുള്ള കെണി ഒരുക്കുന്നത്, അവൾ മെല്ലെ പറഞ്ഞു. ജെറി? വിശ്വസിക്കാൻ കഴിയാതെ ജാൻവി വിളിച്ചുപോയി. അയ്യോ, ഞാനങ്ങനെ വയലൻസ് ഇഷ്ടമുള്ള ആളൊന്നുമല്ല. എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. പിന്നെ എതിരെ വരുന്നവരെ അടക്കി നിർത്താനുള്ള ചില വിദ്യകളൊക്കെ അറിയാം, അത്രയുള്ളൂ. വിളവ് കട്ടുതിന്നാൻ വരുന്ന തുരപ്പനെ കെണിവെച്ച് പിടിക്കില്ലേ, അതുപോലെ. ജെറി ചിരിച്ചു. അവന്റെ ആ മനോഹരമായ ചിരി ഒരു വേള അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ജെറി അത് കണ്ടു. അവൻ അവളെ നോക്കി പുരികമുയർത്തി. അവൾ പിടച്ചിലോടെ മിഴികൾ താഴ്ത്തി. അതവനിൽ പുഞ്ചിരി വിടർത്തി. ജാൻവി രണ്ടിനെയും കൂർപ്പിച്ചു നോക്കി. എന്തോ എവിടോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അവൾ ഓർത്തു. വരട്ടെ, പിടിക്കാം. കള്ളച്ചിരിയോടെ ഇറങ്ങി വരുന്ന ഇഷാനെ കണ്ടതും ജാൻവി പെട്ടെന്ന് മുറ്റത്തുനിന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങി. അവൾ അടുത്തെത്തിയതും ഇഷാൻ അവളുടെ കാതിലേക്ക് ചുണ്ടുകൾ ചേർത്തു. ഐ ലവ് യു. ജാൻവി പിടച്ചിലോടെ അവനെ നോക്കി. അവൻ പെട്ടെന്ന് അവളുടെ തുടുത്ത ചുണ്ടിൽ ഉമ്മ വച്ച് പിന്മാറി. ഞൊടിയിടയിൽ സംഭവം കഴിഞ്ഞു. അവൻ മുറ്റത്തേക്കും ഇറങ്ങി. അവൾ അമ്പരന്ന് നിന്നു. എന്താ ഇപ്പൊ സംഭവിച്ചേ? ഇനി തനിക്ക് തോന്നിയതാണോ? അവൾ സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. ജെറിയുടെ തോളിൽ കൈയിട്ട് ചിരിയോടെ നിൽക്കുന്ന ഇഷാൻ. ഏയ്, അതിനുള്ള ധൈര്യമില്ല. തോന്നിയതാകും. എന്നാലും അങ്ങനെ തോന്നുമോ? അവൾ ആലോചിച്ചു തിരിഞ്ഞതും കള്ളച്ചിരിയോടെ നിൽക്കുന്ന റാഹേൽ. അവളൊന്ന് ചിരിച്ചു. പക്ഷേ അതൊരു ഇളിയായിപ്പോയി. ചമ്മണ്ട, അമ്മച്ചിയൊന്നും കണ്ടിട്ടില്ല. അവർ ചിരിയോടെ കിച്ചണിലേക്ക് നടന്നു. അപ്പൊ തോന്നിയതല്ല. കാലമാടൻ നാണം കെടുത്തുവല്ലോ. ഇനി ഇവിടെ മാസ്ക് ഇട്ടുകൊണ്ട് നടക്കേണ്ട വരുമെന്നാ തോന്നുന്നേ. അവൾ അവനെ നോക്കി പെറുപെറുത്തു. അപ്പ തന്നെ ഇഷാൻ തിരിഞ്ഞു. ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ട് അവൻ ചുണ്ടു കൂർപ്പിച്ച് ഒരു ഉമ്മ കൊടുത്തു. ഛേ! അവൾ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ഇഷാൻ ചിരിയോടെ ജെറിയെ നോക്കി. ഡാ, ഞാൻ ആ സണ്ണി അങ്കിളിനെ ഒന്ന് കാണാൻ പോവാ. എന്തിന്? ഞെട്ടലോടെ ജെറി ചോദിച്ചു. എന്തിനാന്നോ? നിനക്കറിയില്ലേ ജെറി എന്തിനാന്ന്? എനിക്ക് ഈ കല്യാണം വേണ്ടാന്ന് ഞാൻ അയാളോട് തുറന്നു പറയാൻ പോവാ. നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. പിന്നിൽ നിന്നും ജോർജ്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അന്ന് ഞങ്ങൾ തീരുമാനിച്ച കെട്ട് നടന്നില്ലേ? ദേ, ഇവന്റെ കെട്ട് ഞാനങ്ങ് നടത്തും.
ഇപ്പം ഞെട്ടിയത് സോഫിയാണ്. അവൾ ഞെട്ടലോടെ ജെറിയെ നോക്കി. അവളുടെ കണ്ണിലെ ആ ഞെട്ടൽ, അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് ജെറിക്ക് തോന്നി. അവൻ അവളെ നോക്കി ചിരിച്ചു. അവൾക്കെന്തോ ചിരിക്കാൻ കഴിഞ്ഞില്ല. ഡാ, ഞാൻ പറഞ്ഞ നീ കെട്ടില്ലേ? പിന്നെ ഞാൻ അപ്പം തന്നെ കെട്ടും. ജെറിയുടെ മറുപടി കേട്ടതും സോഫി പകച്ചുപോയി. കേട്ടല്ലോ, ഞാൻ പറഞ്ഞ എൻ്റെ ജെറി അതുപോലെ കേൾക്കും. നിന്റെ ഒരു വിളച്ചിലും ഇവിടെ ഇനി നടക്കില്ല. കയറിപ്പോടാ അകത്ത്. അവൻ ഇറങ്ങിയേക്കുന്നു. ജോർജ് ദേഷ്യപ്പെട്ടതും ഇഷാൻ ചവിട്ടിക്കുലുക്കി അകത്തേക്ക് നടന്നു. വല്യപ്പച്ച, ചുമ്മാ. അയാൾ ചിരിയോടെ അകത്തേക്ക് പോയി. ഈ വല്യപ്പച്ചൻ്റെ ഒരു കാര്യം. ചിരിയോടെ സോഫിയെ നോക്കിയതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി വെട്ടിത്തിരിഞ്ഞു. സോഫി, പോടാ. അവൾ തിരിഞ്ഞു നോക്കി ദേഷ്യത്തിൽ വിളിച്ചതും ജെറി വാ തുറന്ന് നിന്നുപോയി. അമ്പരപ്പൊന്നു മാറിയതും അവൻ അവളുടെ പിന്നാലെ അകത്തേക്ക് പാഞ്ഞു. അവൾ സ്റ്റെയർ കയറുന്നത് കണ്ടതും ജെറി അവളുടെ പിന്നാലെ വച്ചു പിടിച്ചു. മുകളിലെത്തിയ ജെറിയുടെ കണ്ണുകൾ പരക്കം പാഞ്ഞു. ടെറസിൽ കൈയൂന്നി താഴേക്ക് നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവൻ വേഗം അങ്ങോട്ട് പാഞ്ഞു. സോഫി, അവൾ ഞെട്ടിത്തിരിഞ്ഞു. വല്ലാതെ കിതയ്ക്കുന്നവനെ മിഴിച്ചു നോക്കി. എന്താ? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. താഴെ വച്ച് എന്നെ എന്താ വിളിച്ചേ? അവൻ കിതപ്പോടെ തന്നെ ചോദിച്ചു. അവൾ ഒന്ന് പരുങ്ങി. അവൻ താഴെ കൂടി പോകുന്ന വല്യപ്പച്ചനെ കണ്ടതും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ബാൽക്കണിയിലേക്ക് നീങ്ങി നിന്നു. അവൾ പകച്ചുപോയി. വല്യപ്പച്ചൻ പോയോ എന്നെത്തി നോക്കി. ഹോ, ആശ്വാസം. ഇല്ലേലിപ്പോ എന്റെ പരിപ്പെടുത്തേനെ. അവൻ അവിടുന്ന് ശ്രദ്ധ മാറ്റിയപ്പോഴാണ് താൻ സോഫിയോട് ചേർന്ന് നിൽക്കുകയാണെന്ന് അവന് മനസ്സിലായത്. അവൻ മുഖം ചരിച്ചതും അവളുടെ കവിളിൽ അവൻ്റെ മൂക്ക് സ്പർശിച്ചു. അവളുടെ നെഞ്ച് വേഗത്തിൽ മിടിക്കുന്നത് അവന് കേൾക്കാം. മൂക്കിൽ അവളുടെ ഗന്ധം. അവൻ്റെ ശരീരം തളരുന്നത് പോലെ. അവൻ മെല്ലെ പിന്നിലേക്ക് മുഖം നീക്കി. കണ്ണുകൾ അടച്ചു നിൽക്കുന്ന സോഫി. കഴുത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളി. ടോപ്പിൽ മുറുകെ പിടിച്ചിരിക്കുന്ന കൈകൾ. ശ്വാസത്തിനനുസരിച്ച് ഉയർന്നു താഴുന്നവ. ജെറിയുടെ മുഖത്ത് വിയർപ്പ് നിറഞ്ഞു. അവൻ പെട്ടെന്ന് അകന്നു മാറി. അവൻ അകന്നതും അവൾ കണ്ണു തുറന്നു. പിടച്ച മിഴികൾ ചുവന്നു പോയിരുന്നു. അവൻ അവളിലെ മാറ്റങ്ങൾ നോക്കിക്കാണുകയാണ്. അവൾക്ക് അവനെ നോക്കാൻ കഴിയാത്തതുപോലെ. അവളുടെ മിഴികൾ പിടയ്ക്കുകയാണ്. സോറി, അവൻ പതുങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു. അവൾ മെല്ലെ തലയനക്കി. പൊയ്ക്കോ, അവൻ പറഞ്ഞതും അവൾ മെല്ലെ മുന്നോട്ട് നടന്നു. കുറച്ചു മുന്നിലേക്ക് നിന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കി. വല്യപ്പച്ചൻ പറഞ്ഞ ആരെ വേണേലും കെട്ടുവോ? അവൾ ചോദിച്ചതും അവൻ അമ്പരന്നു. പിന്നെ മെല്ലെ തലയാട്ടി. അവൾക്ക് ദേഷ്യം വന്നു. പോടാ പട്ടി, അവൾ ഉറക്ക വിളിച്ചു. എടി, നിന്നെ ഞാൻ. അവൻ പിടിക്കാനാഞ്ഞതും അവൾ വെട്ടിത്തിരിഞ്ഞ് ഓടാൻ ഭാവിച്ചു. അപ്പോഴേക്ക് അവൻ അവളെ പിടിച്ചു കഴിഞ്ഞു. സോഫി പിടയ്ക്കുന്ന കണ്ണുകളാൽ അവനെ നോക്കി. എന്താ നിന്റെ പ്രശ്നം? ഞാൻ ആരെ കെട്ടിയാലും നിനക്കെന്താ? അങ്ങനിപ്പോ കെട്ടണ്ട. അവൾ അവന്റെ കൈ തട്ടി മാറ്റി. ഷെടാ, അതെന്താന്നാ ചോദിച്ചേ? കെട്ടണ്ട, അത്ര തന്നെ. ആഹാ, അങ്ങനെയാണോ? ഞാൻ കെട്ടും. എന്താ സംഭവിക്കുന്നതെന്നൊന്ന് അറിയണമല്ലോ, അവൻ വാശിയോടെ പറഞ്ഞു. എന്നാ അതൊന്ന് കാണണമല്ലോ. അവൾ ദേഷ്യത്തിൽ അവനെ പിന്നിലേക്ക് തള്ളി.
അവൻ മലർന്നു വീണതും അവൻ്റെ പിടിയിൽ അവളും അവൻ്റെ നെഞ്ചിലേക്ക് ലാൻഡ് ചെയ്തു. ഒരു നിമിഷം അനങ്ങാതെ അങ്ങനെ കിടന്നു. അപ്പോൾ ഹൃദയത്തോട് മന്ത്രിച്ചു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് ഒന്നും ചോദിക്കുന്നില്ല, ലൈക്കും കമൻറ്റും ഒന്നും. നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ഒക്കെയും തന്നോളൂ.